ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 29-ാം വാക്യം. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ നിത്യജീവൻ കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി യേശു പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. നാം ചിന്തിക്കേണ്ടത് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നതാണ്. നല്ല അയൽക്കാരനാകാൻ സാധിക്കണമെങ്കിൽ എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയണം. നല്ല സമരിയക്കാരൻ അപ്രകാരം പ്രവർത്തിച്ചവനാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരു നല്ല സമരിയക്കാരൻ അല്ലെങ്കിൽ അയൽക്കാരൻ ആകുവാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാവുക. ഒരാളുടെ വേദനയിൽ, സഹനങ്ങളിൽ, ആവശ്യങ്ങളിൽ ആ വ്യക്തിക്ക് സഹായകമായി തീരുക. അവരെ കാണുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നവരാകാതെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നവരാകുക. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ സഹായം നമുക്കും അപേക്ഷിക്കാം. അവിടുന്ന് നമുക്ക് നൽകിയ അനുഗ്രഹം മറക്കാതെ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകടമാക്കാം. അപ്രകാരം നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതാക്കി തീർക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി.